Hi guys, addressing few mistakes which students frequently making. So majority of the students എക്സാമിന് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഫെയിൽ ആകുന്നത് സോ ഒരു 20 to 30 മാർക്സിനൊക്കെ ആയിരിക്കും അവർക്ക് ഈ അഗ്രിഗേറ്റൊക്കെ അവർക്ക് ലോസ് ആകുന്നത്. സോ ഒരു 20 to 30 മാർക്സിനൊക്കെ ആയിരിക്കും അവർക്ക് അഗ്രിഗേറ്റ് ലോസ് ആകുന്നത്. സോ അത് ഗ്രൂപ്പ് വൈസ് ആണ് പറയുന്നത്. സോ കാരണം ഡ്യൂ ടു സം സില്ലി മിസ്റ്റേക്സ് ദേ ആർ ഡൂയിങ്, സില്ലി മിസ്റ്റേക്സ് they are making. Okay, so in this video ഈ സില്ലി മിസ്റ്റേക്സ് എന്താണെന്ന് പറയും ആൻഡ് ദ സൊല്യൂഷൻ. സോ ബിഫോർ അതിന് മുമ്പ് ഒരു 4 ടെക്നിക്സ് പറയാം അല്ലേ, ഒരു റിവിഷൻ ടെക്നിക്സ് എന്നൊക്കെ പറയാം. സോ ഐ വിൽ ഡിസ്കസ് ഇറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്കൊരു മിസ്റ്റേക്ക് രജിസ്റ്റർ ആണ്. സോ മിസ്റ്റേക്ക് രജിസ്റ്റർ എസ്പെഷ്യലി ഫോർ നമുക്ക് ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റിന് നമുക്ക് കീപ്പ് ചെയ്യണം, ഒരു മിസ്റ്റേക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യാം. സോ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടാക്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഒന്നാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷനൊക്കെ ഉണ്ടാകും അല്ലേ. നമുക്ക് ഓരോ ഫർണിച്ചറിന് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നിനും ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് ഉണ്ട്, ഒരു റേറ്റ് ഉണ്ട്, ഡിപ്രീസിയേഷൻ റേറ്റ്. സോ നമുക്ക് സംടൈംസ് നമുക്കതിലൊരു കൺഫ്യൂഷൻ വരാം. സോ നമ്മളെന്ത് ചെയ്യാം, അതൊക്കെ നമുക്കൊരു മിസ്റ്റേക്ക് രജിസ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് വെക്കാം, എഴുതി വെക്കാം. ഓക്കെ, സോ ദെൻ എന്ത് ചെയ്യാം, എക്സാം ഡേ മോർണിംഗ്, ഓക്കെ, അതായത് ഓരോ പേപ്പറിന് എന്ത് ചെയ്യാം, ഓരോ മിസ്റ്റേക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യുക. ദെൻ എക്സാം ഡേ മോർണിംഗിലും അതുപോലെ തന്നെ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേറ്റവും എന്ത് ചെയ്യുക, ജസ്റ്റ് അത് റെഫർ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് റെഫർ ചെയ്യുക. സോ ദാറ്റ്സ് എ ഫസ്റ്റ് ടെക്നിക്, അതായത് മിസ്റ്റേക്ക് രജിസ്റ്റർ. ദ നെക്സ്റ്റ് വൺ ഈസ് ബോർഡ് റിവിഷനാണ്. ഒരു വൈറ്റ് ബോർഡ് കീപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ സ്റ്റഡി റൂമിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു വൈറ്റ് ബോർഡ് കീപ്പ് ചെയ്യുക. സോ ഫോർ എസ്പെഷ്യലി തിയറി, നമുക്കിപ്പം സോ നമുക്കിപ്പോൾ ഫോർമുലാസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ കോംപ്ലക്സ് തിയറി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൈറ്റ് ബോർഡിൽ നമ്മൾ എഴുതി വെക്കുമ്പോൾ സോ നമ്മൾ ഒരു മെനി ടൈംസ് നമ്മൾ ഐ റൺ ചെയ്യുന്ന ടൈമിൽ നമുക്കത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിലേക്ക് കയറും. സോ ഇതാണ് നമുക്ക് ബോർഡ് റിവിഷൻ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് സ്റ്റിക്കി റിവിഷൻ. നമുക്ക് സ്റ്റിക്കി നോട്ട്സ് കീപ്പ് ചെയ്യുക, ചെറിയ സ്റ്റിക്കി നോട്ട് കീപ്പ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ഫോർ SM അതുപോലെ തന്നെ ലോ പോലെയുള്ള തിയറി സബ്ജക്റ്റിന് സ്റ്റിക്കി നോട്ട്സ് എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് നമുക്ക് ഫോൺ പിക്ചർ എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഫോർ പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം, ഇപ്പോൾ അമാൽഗമേഷനിലൊക്കെ നമുക്കറിയാം ഓരോ പ്രോബ്ലം നമുക്ക് കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ടാവും. സോ നമുക്ക് ആ ഒരു സ്റ്റെപ്പൊക്കെ നമുക്കുണ്ട്, സംടൈംസ് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പിക്ക് നമ്മൾ ഫോണിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് നമ്മൾ എപ്പോഴൊക്കെയാണോ വെന്നെവർ നമ്മൾ ഈ ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇടയ്ക്ക് നമ്മൾ ആ പിക്കിലേക്ക് നമ്മളൊന്ന് റൺ ചെയ്യാം. സോ നമ്മൾ ആ ഒരു റണ്ണിങ് കൊണ്ട് നമുക്ക് എന്താണ് അത് മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതാണ് നമുക്ക് ഫോൺ പിക്ചർ എന്ന് പറയുന്നത്. ഇതാണ് 4 ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ മിസ്റ്റേക്ക് രജിസ്റ്റർ, ബോർഡ് റിവിഷൻ, സ്റ്റിക്കി റിവിഷൻ, അതുപോലെ തന്നെ ഫോൺ പിക്ചർ. സോ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിനും നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് ചെറിയൊരു കാര്യമാണ്. സോ അത് ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമുക്ക് സ്റ്റുഡൻസ് വരുന്ന ഒരു മിസ്റ്റേക്കാണ് ഓവർ തിങ്കിങ് ദിസ് ടൈം. അതായത് ഈ ഒരു എക്സാമിൻ്റെ ടൈമിൽ വരുന്ന ഒന്നാണ് ഓവർ തിങ്കിങ്. സോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് ഓവർ തിങ്കിങ് ആക്ച്വലി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടാക്സ് നമ്മളെടുത്തു. ഓക്കെ, ടാക്സ് നമ്മൾ പഠിക്കാനെടുത്തു. ദെൻ ഒരു ഫ്യൂ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത അഡ്വാൻസ് അക്കൗണ്ട്സിലേക്ക് മാറും. ഓക്കെ, സോ നമുക്ക് ഒരു സബ്ജക്റ്റ് നമുക്ക് പിക്ക് ചെയ്യുക, റിവിഷൻ ചെയ്യാൻ വേണ്ടി പിക്ക് ചെയ്യുന്നതിലുള്ള ഒരു കൺഫ്യൂഷൻ വരും. സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോപ്പർ പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ്. സോ ഞാനൊരു സ്മാർട്ട് പ്ലാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ഡിഡ്ന്റ് വാച്ച് ഇറ്റ് യു ക്യാൻ വാച്ച് ഇറ്റ് ഫ്രം ചാനൽ. ഓക്കെ, ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ദ നെക്സ്റ്റ് ഇതാണ് ഓവർ തിങ്കിങ്. സോ ഈ ഓവർ തിങ്കിങ് ആക്ച്വലി എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈം, ആ തിങ്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കെന്താ വി ക്യാൻ ഫിനിഷ് എ റിവിഷൻ ഓഫ് 1 ചാപ്റ്റർ. നമുക്കൊരു ചാപ്റ്ററിൻ്റെ റിവിഷൻ നമുക്ക് ആ ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഓവർ തിങ്കിങ്. ഓക്കെ,
സോ ഓവർ തിങ്കിങ് ഒക്കെ ഇറ്റ്സ് നോർമലാണ്. പക്ഷേ ദിസ് ടൈം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളത് കുറക്കാൻ നിൽക്കുക. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓവർ തിങ്ക് ചെയ്യേണ്ട. ഓക്കെ, ദ നെക്സ്റ്റ്, കൺഫ്യൂസ് വൺ ഓർ ബോത്ത് ഗ്രൂപ്പ്. സോ ഇറ്റ്സ് ടു മീ മൈ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ആയിരുന്നു. ആക്ച്വലി നമ്മളിപ്പം ഇപ്പോൾ ബോത്ത് ഗ്രൂപ്പ് കൊടുത്തു. സോ ബോത്ത് ഗ്രൂപ്പ് കൊടുത്തിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് നമ്മൾ സ്ട്രോങ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി പോകണോ, ഏതെങ്കിലും ഒന്ന് പോയാൽ മതിയോ? സോ ദാറ്റ്സ് നമ്മളെ ബിഗ്ഗസ്റ്റ് നമ്മളൊരു കൺഫ്യൂഷനാണ് വരുന്നത്. സോ നമുക്ക് രണ്ട് ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ബോത്ത് ഗ്രൂപ്പ് കൊടുത്തിട്ട് എന്താണ്, രണ്ട് ഗ്രൂപ്പും ഏകദേശം നല്ലോണം പഠിച്ചിട്ടുണ്ടാകും. സോ ഇൻ ദെയർ കേസ് എന്ത് ചെയ്യാം, അവരത് രണ്ട് ഗ്രൂപ്പ് റിവിഷൻ ചെയ്യാം. ഓക്കെ, ദെൻ അതർ ടൈപ്പ് സ്റ്റുഡൻസ് വെച്ചാൽ ബോത്ത് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തു, പക്ഷേ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാകും. മറ്റേ ഗ്രൂപ്പ് ചിലപ്പോൾ ഒന്നും പഠിച്ചിട്ട് പോലും ഉണ്ടാവില്ല. സോ ഇൻ ദെയർ കേസ് അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏതാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ഏത് ഗ്രൂപ്പാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതെന്ത് ചെയ്യുക, അത് പ്രോപ്പർലി റിവിഷൻ ചെയ്യാം. ദ നെക്സ്റ്റ് ഗ്രൂപ്പിൻ്റെ കേസ്. സോ നെക്സ്റ്റ് ഗ്രൂപ്പിൻ്റെ കേസ് എന്ന് വെച്ചാൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു മാരത്തോൺസ് കാര്യങ്ങളൊക്കെ കാണുക. ഓക്കെ, നമുക്കൊരു പാസ്സാവാനുള്ള മാർക്ക് മതിയല്ലോ. ഒരു മാരത്തോൺ പോലെയുള്ള മാരത്തോണൊക്കെ റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്യാം. കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്യാം. ഓക്കെ, ദെൻ അതിന് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ പോയിട്ട് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സ്പീരിയൻസ്. അത് നമ്മൾ ഒരു ഗ്രൂപ്പ് നമ്മളൊന്നും പഠിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കരുത്. ഓക്കെ, സോ പേടിച്ചിട്ട് ഇപ്പം ഇറ്റ്സ് ടു മീ നമ്മളൊക്കെ ഒരു കേസായിരുന്നത്, ബോത്ത് ഗ്രൂപ്പ് കൊടുക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ടാകും, സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ടാവില്ല. സോ സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കാത്തത് കൊണ്ട് തന്നെ പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പേടിച്ചിട്ട് എക്സാമിന് പോകില്ല. ഓക്കെ, സോ ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോർ എക്സ്പീരിയൻസ്. കാരണം ആ ഒരു അറ്റംപ്റ്റ് കളയരുത്. കാരണം നിങ്ങൾക്ക് അന്ന് ആ ഒരു എക്സ്പീരിയൻസ് ആയി. ഓക്കെ, ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആയി. സോ ആ ഒരു ഗ്രൂപ്പ്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർലി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് എ മെയിൻ തിങ്. ഓക്കെ, സോ ദിസ് ടൈം നിങ്ങൾ എന്ത് ചെയ്യണം, ഡോണ്ട് കൺഫ്യൂസ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളെ തന്നെ കൺഫ്യൂസ് ചെയ്യരുത്. ഓക്കെ, സോ ദാറ്റ്സ് എ മെയിൻ തിങ്. ആൻഡ് ദ സെലക്ടഡ് ചാപ്റ്റേഴ്സ് ഓൾറെഡി ഞാൻ അഡ്വാൻസ് അക്കൗണ്ട്സിൻ്റെ ഡയറക്റ്റ് ടാക്സിൻ്റെയും നമ്മളിങ്ങനെ സെലക്ടഡ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെലക്ടഡ് ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ മറ്റ് ചാപ്റ്റേഴ്സ് ലീവ് ചെയ്യാമെന്നല്ല, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ നമ്മളിപ്പം നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത്, അതായത് ടൈം എന്ന് പറയുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റഡ് ആണ്. സോ ദിസ് ടൈം നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് പ്രിയോറിറ്റി ഉള്ള ചാപ്റ്റേഴ്സ് തീർക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ തീർത്തുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ സെലക്ട് ചാപ്റ്റേഴ്സിൻ്റെ അഡ്വാൻസ് അക്കൗണ്ട്സിൻ്റെ ഡയറക്റ്റ് ടാക്സിൻ്റെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇടാം. ദെൻ യു ക്യാൻ വാച്ച് ഇറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ദെൻ റെഫർ ICS സജസ്റ്റഡ് ആൻസേഴ്സ്. ഓക്കെ, സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ICAൻ്റെ സജസ്റ്റഡ് ആൻസേഴ്സിൻ്റെ റെഫർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് യു ക്യാൻ റിയലൈസ് ദാറ്റ്, അതായത് ICA എങ്ങനെയാണ് ആൻസേഴ്സ്, ആൻസർ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, എങ്ങനെയാണ് ICA നമ്മളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ദ നെക്സ്റ്റ്, സോൾവ് വൺ പേപ്പർ ഫോർ എ പേപ്പർ. അതായത് ഈച്ച് പേപ്പർ, ഓരോ പേപ്പറിന് നമ്മൾ ഒരു പേപ്പർ നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അതായത് ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇത് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് നമ്മൾ എഴുതുന്ന പോലെ ഒരു 3 hours നമ്മൾ ടൈം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. സോ ബിഫോർ എക്സാമിന് മുമ്പ് നിങ്ങളിത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകണം. സോ ഇപ്പം നമുക്ക് ഒരു RTPയും നമുക്ക് 2 MTP ഉണ്ട്. ആ 2 MTPയും അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ 3 ചെയ്താൽ മതി ഓരോ പേപ്പറിനും. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഇതാണ് മെയിൻ പ്രോബ്ലംസ് സ്റ്റുഡൻസ് ഫ്രീക്വൻലി മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സ്. സോ ആൻഡ് ഓൾറെഡി ഫോർ എ മോട്ടിവേഷൻ, remember this thing. So always remember, it's not about your start, it's not about you how you start, it's purely about how you finish. Okay, so നിങ്ങൾ 2 to 3 months ഒക്കെ നന്നായി പ്രിപ്പയർ ചെയ്തു, ആൻഡ് അന്നൊക്കെ നല്ലോണം പഠിച്ചു. ദെൻ ഈ 50 days നിങ്ങൾ ടെൻസ്ഡായിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ, ടെൻസ്ഡായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഓവർ തിങ്കായി പോയാൽ
ഫിയർ ആയിപ്പോയാൽ സോ ഇറ്റ്സ് എഫക്റ്റ് യുവർ എക്സാം റിസൾട്ട്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു 2 to 3 months നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതേ ആ ഒരു സ്പിരിറ്റ്, അതിൻ്റെ ഒരു ഡബിൾ സ്പിരിറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 50 days നിങ്ങൾ വെക്കുക. ഓക്കെ, 50 days നിങ്ങളെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ വാട്ട് എവർ തിങ് ഹാപ്പൻ, ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അറ്റ് ദ ഡേ ഓഫ് റിസൾട്ട് മീൻസ് ഈതർ റിഗ്രറ്റ് ഓർ ഗ്രേറ്റ്നസ്. സോ നമുക്കറിയാം റിസൾട്ടിൻ്റെ അവസാനം നമുക്ക് വരുന്നത് ഒന്നെങ്കിൽ നമുക്ക് റിഗ്രറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റ്നസ് ആയിരിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആകും അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആകും. സോ ഇൻ അവർ കേസ് നമുക്ക് റിഗ്രറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. സോ വി ഹാവ് നോ ഓപ്ഷൻ ടു റിഗ്രറ്റ്. സോ ഐ ജസ്റ്റ് ക്രോസ് ഇറ്റ്. ഓക്കെ, സോ നമുക്ക് റിഗ്രറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണ്ട. സോ നമുക്ക് ഓപ്ഷൻസ് ഇല്ല, നമുക്ക് ഗ്രേറ്റ്നസ്സിൻ്റെ ഓപ്ഷൻസ് മതി. സോ മാക്സിമം നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, 2 to 3 months നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇനഫ്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രോപ്പർലി നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. ഓൾ ദ വെരി ബെസ്റ്റ്.